ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെപ്പോഴും മന്ത്ലി സെയിൽസ് ഓരോ വണ്ടികളിൽ നോക്കാറുള്ളതാണ്. ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയർ സെയിൽസ് ആണ്. ഫൈനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് അറിയായിരിക്കും, 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയായിരുന്നു നമ്മുടെ 2026 ഫൈനാൻഷ്യൽ ഇയർ. സോ അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ 2026 ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളും അതിൻ്റെ 2025 ഫൈനാൻഷ്യൽ ഇയർ ആയിട്ടുള്ള സെയിൽസ് കമ്പാരിസൺ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. കുറച്ചധികം മാരുതിയുടെ വണ്ടികൾ നിങ്ങൾ കാണും, പക്ഷേ വേറെ കമ്പനികളിലെ വണ്ടികളുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. 1,72,560 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ 2026 ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ബലേനോയ്ക്ക് കിട്ടിയത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,67,161 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ കമ്പാരിറ്റീവ്ലി 5,399 വാഹനങ്ങളുടെ വ്യത്യാസം 3.23% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. അത്ര ഭയങ്കര ഹൈ ഗ്രോത്ത് റേറ്റ് ഒന്നും അല്ല. ആൻഡ് ഇപ്പോൾ ഇത്രയും ഹൈ വോളിയം സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5,000 വണ്ടികളുടെ അടുത്ത് വ്യത്യാസം വരിക എന്ന് പറഞ്ഞാലും അത്ര ഒരു ഭയങ്കര വലിയ വ്യത്യാസമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. സോ കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെ ബലേനോയ്ക്ക് ഇയർ ഓൺ ഇയർ ബേസിൽ, അതും ഫൈനാൻഷ്യൽ ഇയർ ഓൺ ഇയർ കമ്പാരിസണിൽ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഇതിനേക്കാൾ വേറെ സെയിലുള്ള മാരുതിയുടെ വണ്ടികളുണ്ട്. ബലേനോ പണ്ടത്തെ നല്ല സെയിൽ ഉണ്ടായിരുന്നു. ഇനി 9th വർഷം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിലുള്ള സ്കോർപിയോ എന്നും സ്കോർപിയോ ക്ലാസിക്കുമാണ്. ഇതിന് കഴിഞ്ഞ വർഷം 1,78,800 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇനി 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,64,842 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 13,958 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു വ്യത്യാസമാണ്. കാരണം നമുക്ക് 8.47% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ തന്നെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം കൂടിയാണ് നമ്മുടെ സ്കോർപിയോ സീരീസിലുള്ള വണ്ടികൾ. ആൻഡ് ഇത് എപ്പോഴും എല്ലാ കൊല്ലം മഹീന്ദ്ര ഈ വണ്ടികളുടെ മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ കൊല്ലം ഈ വാഹനങ്ങളുടെ ഓൺ പേപ്പർ സെയിൽസിലും മന്ത്ലി സെയിൽസിലും എല്ലാത്തിലും വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്ര പതുക്കെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി വരികയാണല്ലോ. ഇനി 8ാമത്തെ പൊസിഷൻ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 1,80,104 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡ്രോപ്പ് ഉണ്ട്. കാരണം 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,89,163 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 9,059 വാഹനങ്ങളുടെ വ്യത്യാസം 4.79% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ടോട്ടൽ 3 വണ്ടികൾക്കാണ് ഡീഗ്രോത്ത് ഉള്ളത്. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ബ്രസ എന്ന് പറയേണ്ടി വരും. ഇതിനിപ്പോൾ കോമ്പറ്റീഷൻ കൂടി ആൻഡ് കോമ്പറ്റീഷൻ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടികളും വരാൻ തുടങ്ങി. ഈ വണ്ടി ഇപ്പോഴും 2022 കിട്ടിയൊരു ഫേസ് ലിഫ്റ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ പതുക്കെ ഇതിൻ്റെ സെയിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ വല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല, 15,000 അടുത്ത് സെയിലുണ്ട്. ഇനി നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ വാഗണറാണ്. ഈ വണ്ടിക്ക് 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനത്തിൻ്റെ ഇതൊക്കെ കിട്ടിയതായിരുന്നു. പക്ഷേ എന്തായാലും അതിൽ കഴിഞ്ഞ വർഷത്തെ സെയിൽസിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 1,80,134 വാഹനങ്ങളുടെ സെയിലാണ് 2026 ഫൈനാൻഷ്യൽ ഇയറിൽ കിട്ടിയത്. ഇനി 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,98,451 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 18,317 വാഹനങ്ങളുടെ വ്യത്യാസവും 9.23% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം നമ്മുടെ വാഗണാർ തന്നെയാണ്. ആൻഡ് ഈ വണ്ടിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്ത് തന്നെ നല്ല സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടിയുണ്ടും പഞ്ചാബ് അപ്ഡേറ്റ് ആയതുകൊണ്ടും മാരുതിയുടെ തന്നെ ബലേനോ തുടങ്ങിയ ബാക്കി വാഹനങ്ങളൊക്കെ ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ വണ്ടിക്ക് അത്രയും ഒരു സെയിൽ ഇപ്പോൾ ഇല്ലാത്തത്. പക്ഷെ എന്നാലും ടാക്സി ആൾക്കാരൊക്കെ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ആൻഡ് ഒരു ടോൾ ബൈ ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചും അതുപോലെ പഞ്ച് EVയുടെ ഒക്കെ കമ്പൈൻഡ് സെയിലാണ്. ഇതിന് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ മാസം എന്ന് പറയുന്നുണ്ട്, കാരണം മന്ത്ലി സെയിലാണ് എപ്പോഴും നോക്കുന്നത്. എനിവേ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1,83,980 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,96,572 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. സോ 12,592 വാഹനങ്ങളുടെ വ്യത്യാസവും 6.41% ഡീഗ്രോത്ത് റേറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. നമ്മുടെ വാഗണർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും കൂടിയാണ് പഞ്ച്. ഇതിൻ്റെ കാര്യത്തിൽ ടാറ്റ ശരിക്കും കഴിഞ്ഞ വർഷമാണ് കുറച്ച് വാഹനത്തിൻ്റെ സെയിൽസ് നമുക്ക് ഡ്രോപ്പ് കാണാൻ സാധിച്ചത്. അതിന് പക്ഷേ നെക്സോണിൻ്റെ സെയിൽ പതുക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നെക്സോണാണ് ഏറ്റവും കൂടുതൽ ടാറ്റയുടെ വിൽക്കുന്ന വണ്ടി. കുറച്ച് കാലം മുന്നേ വരെ പഞ്ചായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല. എനിവേ ഇനിയിപ്പോൾ ചിലപ്പോൾ തിരിച്ചു പിടിക്കുമായിരിക്കും, കാരണം പഞ്ചിനിപ്പോൾ ഫേസ് ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഇതിന് കഴിഞ്ഞ വർഷം ഫൈനാൻഷ്യൽ ഇയറിൽ 1,85,349 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,79,641 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. ഇതിന് ചെറിയ ഗ്രോത്ത് ഉണ്ട്. 5,708 വാഹനങ്ങളുടെ വ്യത്യാസം 3.18% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈവൻ ദോ ഈ ലിസ്റ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് സ്വിഫ്റ്റിനാണ് എങ്കിൽ പോലും അവർ ഈ ജനറേഷൻ അപ്ഡേറ്റ് ഒക്കെ ചെയ്തതിൻ്റെ വ്യത്യാസം കാണാനുണ്ട് എന്ന് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ പറയാം.
പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ സെയിൽ കൂടിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ തേർഡ് ജനറേഷൻ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് ജനറേഷൻ മോഡലിൽ ആ ഒരു enthusiasm ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരിപ്പം ഇതിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡിസയറാണ്. അത് നിങ്ങൾക്ക് അധികം വൈകാതെ അറിയാം ഞാൻ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന്. എനിവേ നമ്മുടെ അടുത്ത ഫോർത്ത് പൊസിഷൻ നിൽക്കുന്ന വാഹനം എർട്ടിഗയാണ്. ഇതിന് കഴിഞ്ഞ വർഷം 1,98,876 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നല്ല സെയിലാണ് ഒരു MPV സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇത് ആൾക്കാർ കൂടുതലും ടാക്സി പർപ്പസിനാണ് വാങ്ങുന്നത്, പക്ഷേ സ്റ്റിൽ സെയിൽ എന്ന് പറയുന്ന സെയിലാണല്ലോ. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,90,974 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 7,902 വാഹനങ്ങളുടെ വ്യത്യാസവും 4.14% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് ഭയങ്കര വലിയ ഗ്രോത്ത് ഒന്നുമില്ല, പക്ഷെ എന്നാലും 2 ലക്ഷത്തിനടുത്ത് വേറെ വിൽക്കുന്ന 7 സീറ്റർ വാഹനങ്ങളൊന്നും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്നല്ല ഒരു കാറ്റഗറിയിലും കാണാൻ പറ്റില്ല. സോ അത് ഉറപ്പായിട്ടും എർട്ടിഗയുടെ ഒരു വിന്നായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇനി അടുത്ത തേർഡ് പൊസിഷൻ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റയും ക്രെറ്റ ഇലക്ട്രിക് ഒക്കെയാണ്. ഇലക്ട്രിക് പിന്നെ വലിയ സെയിൽ ഇല്ലാത്തതുകൊണ്ട് അത് കൂട്ടേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ അതിന് വലിയ പ്രസക്തിയില്ല. കഴിഞ്ഞ വർഷം ഫൈനാൻഷ്യൽ ഇയറിൽ 2,01,921 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ആൻഡ് 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,94,871 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 7,050 വാഹനങ്ങളുടെ വ്യത്യാസവും 3.62% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. അഗൈൻ വലിയ ഗ്രോത്ത് അല്ല, പക്ഷെ എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ അത്യാവശ്യം കൺസിസ്റ്റൻറ്റ് സെയിൽ പിടിച്ച് പോകുന്നുള്ളൊരു വാഹനം എന്നുള്ള ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അബോവ് 4 മീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. ബാക്കി എല്ലാ കോമ്പറ്റീഷനും താഴെയാണ്. ഇൻഫാക്ട് അബോവ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്നത് ഇപ്പം സ്കോർപിയോ എന്നല്ലാതെ വേറൊറ്റ വാഹനം പോലും നിങ്ങൾക്ക് SUV കാറ്റഗറിയിൽ ഈ ഒരു ലിസ്റ്റിൽ തന്നെ കാണാൻ പറ്റില്ല. എല്ലാം ചെറിയ വണ്ടികളാണ്. സോ ക്രെറ്റയ്ക്ക് എന്തായാലും ആ ഒരു ക്രെഡിറ്റ് പോകുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ നെക്സോൺ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പഞ്ചന സെയിൽസിനെ ഓവർടേക്ക് ചെയ്ത് നെക്സോൺ വല്ലാതെ മുന്നിലേക്ക് കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 30,000 വണ്ടികൾക്ക് മുകളിൽ വ്യത്യാസമുണ്ട്. കാരണം നെക്സോണും അതുപോലെ EV ഒക്കെ കമ്പൈൻ ചെയ്യുമ്പം 2,16,054 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ സെയിൽ കുറവായിരുന്നു, കാരണം പഞ്ചായിരുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1,63,089 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 52,965 വാഹനങ്ങളുടെ വ്യത്യാസം 32.48% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഹൈ വോളിയം സെയിൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ടാർഗറ്റ് തന്നെയാണ് നമ്മുടെ നെക്സോൺ ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഇനി ദ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഡിസയറാണ്. എല്ലാവരും നേരത്തെ സ്വിഫ്റ്റ് ഡിസയറിലേക്ക് പോയി എന്ന് പറഞ്ഞത് വെറുതെ അല്ല. 2,29,130 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഈ വാഹനത്തിന് ലഭിച്ചത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 1,65,021 വാഹനങ്ങളുടെ സെയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കമ്പയർ ചെയ്യുമ്പം 64,109 വാഹനങ്ങളുടെ വ്യത്യാസവും 38.85% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 ആയിട്ടും ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ട് പോലും ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഡിസയർ. മിക്കവാറും അവർ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഫേസ് സ്വിഫ്റ്റായിട്ടൊക്കെ കമ്പാരിറ്റീവ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സും കൊടുത്ത് അങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടി ഒന്ന് സെപ്പറേറ്റ് ആക്കി നിർത്തിക്കൊണ്ടായിരിക്കണം പെട്ടെന്ന് ഇത്രയും ഡിമാൻഡ് വന്ന്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നോക്കുമ്പോൾ തന്നെ ഈ വണ്ടി അത്യാവശ്യം വാല്യൂ ഫോണി ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഡിസയർ ആയതുകൊണ്ട് ഇതിനിപ്പോൾ 3 സിലിണ്ടർ എഞ്ചിൻ വന്നാലും കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. പവർ എന്ന് പറയുന്നത് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് പഴയ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ കംപ്ലയിൻറ്റും ആയിരിക്കില്ല. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ 2026 ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.